അപ്പൊ നമുക്ക് നോക്കാം അമ്മ എങ്ങനെയൊക്കെ മറുപടി പറയും. ഇതോടുകൂടി ജോജിയും ഞാനും തല്ലി പിരിയാണെന്ന് നോക്കാം. അന്നോട് പറഞ്ഞ അടിപൊളിയായിട്ടുണ്ട്. അത് അങ്ങനെ അടിപൊളിയായിട്ട് പറഞ്ഞത് അവള് വിഷമിക്കാൻ പാടില്ല. അതിനുള്ളവളെ എനിക്ക് അറേഞ്ച്മെന്റ് എന്ന് പറയണത്. എന്തായിരുന്നു റിയാക്ഷൻ എന്ന് പറഞ്ഞാല് എനിക്ക് പെട്ടെന്ന് ഒരു ഷോക്കായിരുന്നു. ചേച്ചിയും എന്തെങ്കിലും പറഞ്ഞ് തല്ല് കൂടിയിട്ടുണ്ടോ? ഹലോ, വെൽക്കം ടു അവർ ചാനൽ ആൻഡിക്കിൽ. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മദറിൻലോ ടാഗ് വീഡിയോ ചെയ്യാനാണ്. അപ്പൊ അത് അമ്മേനെ പിടിച്ചിട്ട് ഇരുത്തിയിട്ടുണ്ട് ഞാൻ. അപ്പൊ നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ്, ഏകദേശം ഒരു 200 ക്വസ്റ്റ്യൻസ് നമ്മൾ വന്നിട്ടുണ്ട് ഒരു ദിവസം. ഇന്നലെയാണ് പോസ്റ്റ് ഇട്ടത്, പിറ്റേ ദിവസം നമ്മൾ ഷൂട്ട് ചെയ്യണം കേട്ടോ. ഒരു ദിവസം കൊണ്ട് നമുക്ക് 200 ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. അതിൽ നിന്ന് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു സോർട്ട് ചെയ്യാൻ. അവസാനം സോർട്ട് ചെയ്തിട്ട് ഞാനൊരു 52 ക്വസ്റ്റ്യൻസിന്റെ അങ്ങനെ ആക്കിയിട്ടുണ്ട്. അത് നമുക്ക് 2 പാർട്ടായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം, പെട്ടെന്ന് കഴിയുവാണെങ്കിൽ ഒരു പാർട്ടായിട്ട് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ 2 പാർട്ടായിട്ട് ചെയ്യേണ്ടി വരും. എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ ക്വസ്റ്റ്യൻ ചോദിച്ച എല്ലാവരോടും ബിഗ് താങ്ക്സ്. അമ്മയ്ക്ക് എന്തെങ്കിലും പറയാണ്ട? ഉത്തരം പറയാൻ റെഡി ആയിട്ട് അമ്മ ഉത്തരം പറയാൻ റെഡി ആയിരിക്കും. ഒരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ അമ്മയ്ക്ക് ഈ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് ഒരു ഐഡിയ എന്താ ചോദിക്കാൻ പോണെന്ന് അമ്മയ്ക്ക് അറിയില്ല. അപ്പൊ നമുക്ക് നോക്കാം അമ്മ എങ്ങനെയൊക്കെ മറുപടി പറയും. ഇതോടുകൂടി ജോജിയും ഞാനും തല്ലി പിരിയാണെന്ന് നോക്കാം. അപ്പൊ ഇനി അധികം വലിച്ചു നിന്നിട്ടുള്ള നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം അല്ലേ മാം? നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇഷ്നാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആൻഡ് ചേച്ചി ഫസ്റ്റ് പ്രിപ്പയർ ചെയ്ത ഡിഷിനെ കുറിച്ച് അമ്മ പറഞ്ഞ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയത് അവൾക്ക് ഒന്നും അറിയാത്തൊരു കുട്ടി ചെയ്ത ഒരു കുക്കിംഗ് എന്നാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ ഞാനവിടെ അത് എൻകറേജ് ചെയ്തു. എന്തായത് ഞാൻ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്ത് ഓർക്കുന്നുണ്ടോ? നീ പയറുപ്പേര് പയറുപ്പേര് കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പൊ നന്നായിട്ട് ഇളക്കിയത് ഇങ്ങനെ അതിന്റെ ഒടിപ്പയറായിരുന്നു. ആ പയർ അവിടെ ഇങ്ങനെ നന്നായിട്ട് ഇളക്കിയായിട്ട് യോജിപ്പിച്ചത് മറ്റു വേവിച്ചെടുത്തു. പക്ഷെ എന്നിട്ട് എന്നാലും അത് അറിവില്ലാണ്ട് ചെയ്യുന്ന ഇതാണെന്ന് എനിക്ക് തോന്നി. ഞാനത് അവളെ എൻകറേജ് ചെയ്ത് കൊടുത്തു. അന്നോട് പറഞ്ഞ അടിപൊളിയായിട്ടുണ്ട്. അത് അങ്ങനെ ആക്കിയത് അടിപൊളിയായിട്ട് പറഞ്ഞത് അവള് വിഷമിക്കാൻ പാടില്ല. അതിനുള്ളവളെ എനിക്ക് അറേഞ്ച്മെന്റ് എന്ന് പറയണത്. അപ്പൊ ഞാൻ ഫസ്റ്റത്തെ എന്റെ കുക്കിംഗ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. രണ്ടാമത്തെ പയറുപ്പേരി. ഷാൻഡോ ആണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് വാസ് അമ്മാസ് റിയാക്ഷൻ when നിഖിൽ ചേട്ടൻ said that he loves ആൻഡ് ചേച്ചി? ഹാപ്പി ഓർ സാഡ്? അപ്പൊ എന്തായിരുന്നു റിയാക്ഷൻ എന്ന് പറഞ്ഞാല് എനിക്ക് പെട്ടെന്ന് ഒരു ഷോക്കായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ ഷോക്കായിരുന്നു. കാരണം ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു പ്രതീക്ഷിച്ചിട്ടില്ല. അവന്റെ ക്യാരക്ടർ വെച്ചിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിരുന്നില്ല. പെട്ടെന്നൊരു ഷോക്കായിരുന്നു. സാഡല്ല, നല്ലൊരു ഷോക്ക് എന്ന് പറയാം. അത്രയായിരുന്നു. അമ്മ വൺ വേർഡ് പോലെ നമ്മുടെ ആൻസർ പറയണേ. അങ്ങനെ സത്യത്തിലുണ്ടായ കാര്യം അതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നേഹ മറിയാം. അമ്മാസ് ഫസ്റ്റ് ഇംപ്രഷൻ അബൌട്ട് ആൻഡ് ചേച്ചി. എന്നെ ആദ്യമായിട്ട് കണ്ടപ്പോൾ എനിക്ക് വന്നൊരു ഇംപ്രഷൻ, എനിക്ക് നല്ലൊരു ചെറിയൊരു കുട്ടിയുടെ പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി സത്യം പറഞ്ഞു. മാറാത്ത ഒരു ഇതുപോലെ എനിക്ക് തോന്നി. ഒന്നും അറിയാത്തൊരു കുട്ടി, ചെറിയ കുട്ടികളെ പോലെ ഓടി നടക്കണ മാതിരി ഒരു ഇത് എനിക്ക് കണ്ടപ്പോൾ തോന്നുന്നത്. എനിക്ക് ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ബെസ്റ്റ് ഇംപ്രഷൻ പറഞ്ഞ പോലെ എനിക്ക് ഇഷ്ടപ്പെട്ടു. സത്യത്തിൽ ഇഷ്ടപ്പെട്ടു. അത് തന്നെയാണ്. ഓക്കെ, ഇനി ഈ ഫോർ എന്റർടൈൻമെന്റ് അതുല്യാണ് ചോദിച്ചിരിക്കുന്നത്. കിച്ചു ചേച്ചിയുടെ ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരു മൂമെന്റ് പറഞ്ഞു. മൂമെന്റ് എന്ന് പറയുന്നത് ഇഷ്ടം തോന്നാനുള്ള ഒരു മൂമെന്റ് എനിക്ക് ഇത് തന്നെയാണ്. അവളുടെ കുട്ടിത്വത്തിന്റെ ഒരു ഇത് തന്നെയാണ്. പർട്ടിക്കുലർ മൂമെന്റ് എടുത്തിട്ട് കിട്ടുന്നില്ല. ഒന്നും കിട്ടില്ല. കൂടുതൽ ഇഷ്ടം തോന്നിയവർ പ്രത്യേകിച്ച് ഞാൻ ചിന്തിച്ചത് ഇവിടെ ഇവര് നിഖിൽ അനിയന്മാരൊക്കെ ഉണ്ട്. അവരുടെ അടുത്ത് കൂടുതലുള്ള പെരുമാറ്റം അവളുടെ വളരെ നല്ല ഡീസന്റ് ആയിട്ടുള്ള പെരുമാറ്റമാണ്. വളരെ ഒരു ഫ്രണ്ട്ലി ഒരു പെരുമാറ്റം. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശരിയാ ഉള്ള കാര്യം പറയാം.
ഒരു ചേച്ചിയുടെ ഒരു ബഹുമാനം ചേച്ചിയുടെ ബഹുമാനത്തിൽ അല്ലെങ്കിൽ ഒരു സഹോദരിയുടെ ഒരു ബഹുമാനം, അതുമാതിരി ഒരു ഫ്രണ്ട്, അങ്ങനത്തെ ഒരു ഫ്രണ്ട്സ് പോലെ. അതെനിക്ക് ശരിക്കും പറയുമ്പോൾ ഇഷ്ടമാണ്. അത് ശരിക്കും നല്ലൊരു മൊമെന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി നിസ, അമ്മയും ആൻ ചേച്ചിയും എന്തെങ്കിലും പറഞ്ഞ് തല്ല് കൂടിയിട്ടുണ്ടോ? ഇതുവരെ ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഒരു വർഷം പിന്നെ 4 മാസം കഴിഞ്ഞു. ഇതുവരെ അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടായിട്ടില്ല അല്ലേ? ഇനി ടീന തോമസ്, 3 മക്കളിൽ ആർക്കാണ് ഭയങ്കര ദേഷ്യം? ദേഷ്യം എന്ന് പറഞ്ഞാ ദേഷ്യം എല്ലാവർക്കും വരുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാള് എനിക്ക് തോന്നിയിട്ടുണ്ട്, അഖിലാണ് ഇത് തോന്നിയേക്കണേ. വലിയ മോശമില്ല, ഇത്തിരി ശാന്തത വരുന്നത് നിഖിലിന് മാത്രമേ കണ്ടിട്ടുള്ളൂ. ദേഷ്യം ഉണ്ടവര്, പക്ഷെ എന്നാലും അങ്ങനെ പെട്ടെന്ന് റിയാക്ട് ചെയ്യില്ല. മറ്റവർ പെട്ടെന്ന് റിയാക്ട് ചെയ്യും, പക്ഷെ അതുപോലെ തന്നെ അവരത് തണുക്കും. അതെനിക്കറിയാം, ഓരോരുത്തരുടെ ക്യാരക്ടർ അങ്ങനെയാണ്. അപ്പൊ അഖിലാണ് പ്രൈസ് കൊണ്ടുപോയിക്കണേ. നിഖിൽ ചേട്ടന്റെ കല്യാണത്തിന് ശേഷം നിഖിൽ ചേട്ടനിൽ അമ്മ ശ്രദ്ധിച്ച മാറ്റങ്ങൾ? അവനിൽ അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞു വലിയ മാറ്റങ്ങൾ എന്ന് വെച്ചാല് അവൻ പണ്ട് എങ്ങനെയായിരുന്നു അന്ന് എന്തായിരുന്നു അത് ഇന്നും അവൻ അങ്ങനെ തന്നെയാണ്. അതിപ്പോ ഒരു ഫോർമാലിറ്റി കൂടി പറയണതൊന്നല്ല, അതുപോലെ തന്നെ ചേഞ്ച് ഉണ്ടായിട്ടില്ല. അങ്ങനെ ചേഞ്ച് എനിക്ക് തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ ഒരു ഇഷ്ടക്കുറവ് കാണിക്കുക അങ്ങനത്തെ ഇതുകളൊന്നും ഇന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ടായിട്ടില്ല. ഇനി ക്ലയർ മരിയ, അമ്മയുടെ ഇതുവരെ നടക്കാത്തൊരാഗ്രഹം? നടക്കാത്ത ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല സത്യത്തിൽ. നടക്കുന്ന ആഗ്രഹങ്ങൾ പക്ഷെ ഞാൻ കുറെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എൻ്റെ ഫാമിലി ഭയങ്കര സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു ആഗ്രഹം ഉണ്ട്. അത് ദൈവം ഇന്ന് വരെ എനിക്ക് നടത്തി തന്നിട്ടുണ്ട്. അതെന്നും ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ലാണ്ട് വലിയ വലിയ ആഗ്രഹത്തിൽ ഇരിക്കുന്ന ഒരാളല്ല ഞാൻ. ശരിക്കും അങ്ങനെ ഇല്ല, നടക്കാത്തൊരു ആഗ്രഹം എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്ക് ഉണ്ടായിട്ടില്ല. എനിക്ക് ഇതൊക്കെ തന്നെ ആഗ്രഹം, അതിപ്പോ ദൈവം നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അതുപോലെ നടക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി അടുത്തത് സോന ജോൺസൺ ആണ് ചോദിച്ചിരിക്കുന്നത്. കിച്ചു നല്ല കുട്ടിയാണ് ആന്റിക്ക് തോന്നിയൊരു നിമിഷം? നല്ല കുട്ടിയാണെന്ന് തോന്നുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഇവളുടെ ഒരു ക്യാരക്ടർ തന്നെയാണ്. അവൾക്ക് ഇങ്ങനെ വലിയ വലിയ എന്താ പറയാ ഒരു സീരിയസ്നെസ് ഇല്ല അവൾക്ക്. അവൾക്ക് ഒരു കല്യാണം കഴിഞ്ഞ കുട്ടി, അപ്പൊ ഞാൻ അങ്ങനെ അല്ലെങ്കിൽ ഭർത്താവിന് അങ്ങനെ ഒരു സീരിയസ്നെസ് ഇല്ലാത്തൊരു കുട്ടിയാണ്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറും അത് തന്നെയാണ്. പക്ഷെ അത് അവരുടെ ലൈഫിൽ അത് കുറച്ച് മാറ്റേണ്ടി വരും എന്നൊരു ഇത് എനിക്കുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ അവിടെ അത് തന്നെയാണ്. അതിപ്പോൾ ഞാനിപ്പോൾ തുറന്നു പറയുന്ന കാര്യം തന്നെയാണ്. അത് വേറൊരു ഇതിൽ വേണ്ടിയിട്ട് പറയുക അല്ലെങ്കിൽ ആൾക്കാരെ കേൾപ്പിക്കാൻ വേണ്ടി പറയുന്ന ഒരു ഇതല്ല സത്യത്തിൽ. അത് തന്നെയാണ്. പക്ഷെ മാറ്റേണ്ടി വരും. കാരണം ഫ്യൂച്ചറിൽ ഇവരൊരു ലൈഫ് വരുമ്പോൾ അതിൽ സീരിയസ്നെസ് ഉണ്ടാവുന്ന ലൈഫിൽ ആവണം. പക്ഷെ ഇപ്പൊ അവളൊരു കുട്ടിയാണ്. പക്ഷെ എനിക്ക് ആ കുട്ടിയെ പോലെ നടക്കുന്നത് തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് സത്യത്തില്. അടുത്തത് സ്നേഹ സൂസനാണ് ചോദിച്ചിരിക്കുന്നത്. സങ്കല്പത്തിലെ മരുമോൾ എങ്ങനെയായിരുന്നു? ചേച്ചി അതുപോലെയാണോ? പറഞ്ഞിട്ട് പോയോ? പക്ഷെ ഞാൻ അങ്ങനെ സങ്കല്പിച്ച് എന്ന് പറയാ അങ്ങനെ ഇങ്ങനെയൊക്കെ ആവണമെന്നൊന്നും എനിക്ക് അങ്ങനെ ഒന്നും ഇല്ല സത്യത്തിൽ. പറഞ്ഞ കുട്ടികളെ സ്നേഹിക്കുക അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. എങ്ങനെയാവണം, നല്ലൊരു കുട്ടിയാവണം എനിക്കുണ്ട്. നല്ല കാണാൻ ഭംഗിയുള്ള കുട്ടിയാവണമെന്നുണ്ടായിരുന്നു. അതിന്റെ അമ്മയുടെ ആഗ്രഹം സഫലമായി. പക്ഷെ എനിക്ക് ഫസ്റ്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു സത്യം. ഇങ്ങനെ ഒരു ലവ് മാരേജ് ആണ്. ഞാനൊരു ഷോക്കായ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ കാണുമ്പോൾ ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷം തോന്നി, ഇഷ്ടം തോന്നി. എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് തന്നെയാണ് അതിന്റെ കാര്യം. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആഗ്രഹിച്ചെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ കുറെ സങ്കല്പങ്ങൾ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും. നല്ല കാണാൻ നല്ല കുട്ടികൾ അവൻ പോകുമ്പോൾ അതൊരു ജോഡിയായിട്ട് പോകണം എന്ന് എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. അല്ലാണ്ട് വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല. പക്ഷെ അതെനിക്ക് ഇവിടെ കണ്ടപ്പോ എനിക്കത് ഇഷ്ടമായി. അത് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ആ കാര്യം. ജോഡി അടുത്തത് അമ്മ ചേച്ചിയുടെ വീഡിയോ കാണുമ്പോൾ എന്താ തോന്നുന്നത്? ഹൈഫ ശങ്കറാണ് ചോദിച്ചിട്ടുണ്ട്. ചേച്ചിയുടെ വീഡിയോ കാണുമ്പോൾ വീഡിയോസ് കാണുമ്പോ എനിക്ക് ഇവിടെ നല്ല ആക്റ്റീവായിട്ട് ചെയ്യണ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു. പക്ഷെ വന്നപ്പോ ഇവിടെ ഇത്ര ആക്റ്റീവ് അല്ലായിരുന്നു. വളരെ പതുങ്ങിയ ഒരു കുട്ടി പോലെ
ഭയങ്കര ഷൈ ആയിരുന്നു. അങ്ങനെ സംസാരിക്കാൻ തന്നെ മറ്റുള്ളവരോട് സംസാരിക്കാൻ തന്നെ അവൾക്ക് ഒരു ഇതുപോലെയായിരുന്നു. പക്ഷെ ഈ ചാനൽ തുടങ്ങിയ ശേഷം അവള് നല്ല ആക്റ്റീവായി. അതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്. കാരണം എല്ലാവരോടും വർത്താനം പറയാനും അവിടെ ഫ്രീ ഒരു സംസാരിക്കാൻ വെറുതെ നിൽക്കുള്ളൂ. ക്യാരക്ടർ അങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ അവളത് ചെയ്യുമ്പോ നല്ല വ്യത്യാസമുണ്ട്. കാരണം ഇത്തിരി കൂടി അവൾ ധൈര്യം മറ്റുള്ളവരെ ഫേസ് ചെയ്യാനുള്ള ആ ഒരു ഇതുകളൊക്കെ അവൾക്ക് വന്നിട്ടുണ്ട്. അതെനിക്കൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഞാൻ ഇത്തിരി കൂടി അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുള്ളൂ. ഇനി ബെന്നി ജോസഫ് ചോദിച്ചിരിക്കുന്നത്, നിഖിൽ ചേട്ടന്റെ യങ്ങർ ബ്രദറിനെ ഒരുപാട് കൊഞ്ചിച്ചാണോ വളർത്തിയെ? അമ്മയുടെ പെറ്റ് ആരാണ്? അമ്മയുടെ പെറ്റ് പറയുകയാണെങ്കിൽ നിഖിൽ തന്നെ. അവനെ അധികം ലാളിച്ചെങ്കിൽ ഇവിടുത്തെ അപ്പാപ്പനും അമ്മാമ്മയാണ് അവർ കൂടുതൽ ലാളിച്ചത്. അപ്പാപ്പനായിരുന്നു ഏറ്റവും കൂടുതൽ അവനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടന്മാരെ സ്നേഹിക്കാൻ, പക്ഷെ അപ്പാപ്പന്റെ ജീവനായിരുന്നു അവന്റെ മരിക്കണ വരെ അവന്റെ പേരും അവനെ കുറിച്ചുള്ള ഒരു ഇതുകളായിരുന്നു. അപ്പൊ അവൻ LKG പഠിക്കുമ്പോഴാണ് അപ്പാപ്പ പഠിക്കാൻ പോകുന്ന സമയത്താണ് അപ്പാപ്പ മരിക്കുന്നത്. അതിന് മുമ്പ് വരെ അപ്പാപ്പന്റെ മനസ്സിൽ എന്നും ഇവനെ ക്ലാസ്സിൽ കൊണ്ടുപോകണം, സ്കൂളിൽ കൊണ്ടാക്കണം, അങ്ങനത്തെ ഒരു ചിന്താഗതിയിൽ മരിക്കാൻ കിടക്കുന്ന സമയം വരെ അപ്പനത് പറഞ്ഞിട്ടുണ്ട് അപ്പാപ്പൻ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവരുടെ പെറ്റ് എന്ന് പറയാനായിട്ട് പറ്റും കൂടുതൽ. അമ്മയുടെ പെറ്റ് എന്ന് പറയാൻ വെച്ചാൽ കാരണം കൂടുതൽ നിഖിലാണ് ഒരു പെറ്റായിട്ട് തോന്നിയിട്ട്. രണ്ടാമത്തോനെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പാപ്പനും അമ്മാമ്മയ്ക്ക് തന്നെയായിരുന്നു. കാരണം അവരൊക്കെ അവരുടെ കൂടെ പോണ ഒരു ടൈപ്പാണ്. ഇവരാണെങ്കിൽ എങ്ങും പോവില്ല, ഈ എൻ്റെ അടുത്ത് മാത്രം നിൽക്കുന്ന ഒരു ടൈപ്പായിരുന്നു. ഇത്തിരി കൂടി പറ്റുപോലെ അവർ തന്നെയാണ്. നിഖിൽ ചേട്ടനെയാണോ ആൻ ചേച്ചിനെയാണോ കൂടുതൽ ഇഷ്ടം? ബെന്നി ജോസഫ് ഈ ചോദ്യത്തില് ശരിക്കും പറഞ്ഞാലൊരു അർത്ഥമില്ല എന്ന് തോന്നുന്നു. അല്ല എനിക്ക് തോന്നുന്നു. കാരണം ഓട്ടോമാറ്റിക്കലി ഇപ്പൊ എന്തിപ്പോ ഞാൻ ഒരുപോലെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നോണ്ടായിട്ട് വരും. അല്ല, കറക്റ്റ് അല്ല. പക്ഷെ അപ്പൊ ഞാൻ എപ്പോഴും ഞാൻ അവളെ സ്നേഹിക്കണം. അവളോടൊരു സ്നേഹം എനിക്കുണ്ട്. പക്ഷെ കൂടുതൽ സ്നേഹത്തിലായാലും മോനോടായിരിക്കും എന്നുള്ളതൊന്നും എനിക്കറിയാം. അതിപ്പോ എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെയാണ്. അമ്മ സത്യസന്ധമായിട്ട് പറഞ്ഞു. ഞാൻ ഒരുമിച്ച് ഒരുപോലെ അത് പറയുന്നത് വിചാരിച്ചു, ഒപ്പിക്കുന്നത് വിചാരിച്ചു, സത്യസന്ധമായിട്ട് പറഞ്ഞു. കാരണം അത് പറയുന്നത് നോണയായിരിക്കും. കാരണം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ വെറുതെ ആൾക്കാരെ കാണിക്കാൻ എനിക്ക് രണ്ടാമത് ഒരുപാട് സ്നേഹം എന്ന് പറഞ്ഞാലും ഒരു അർത്ഥമില്ല. ഒരു കൂടുതലായിട്ട് നിൽക്കുക സ്വന്തം മക്കളെ തന്നെയാണ്. അത് ഏത് അമ്മമാർക്കും അങ്ങനെ തന്നെയായിരിക്കും. ഓക്കെ. ഇനി റിയ ജോയ് പറയുന്നു, ഹൗ ആൻ ചേച്ചി ഇംപ്രസ് മം ഇൻ ആംഗ്രി സിറ്റുവേഷൻ? അമ്മയ്ക്ക് അങ്ങനെ ആംഗ്രി ആവാൻ അറിയില്ല. അതുപോലെയൊക്കെ അങ്ങനെ സിറ്റുവേഷൻ ഞാൻ കണ്ടിട്ടില്ല ഇത്ര നാളായിട്ട് വന്നിട്ട്. അപ്പൊ അത് കാരണം ഞാൻ ഇംപ്രസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ആളങ്ങനെ ഒരു ചൂടായിട്ടുള്ള അല്ലെങ്കിൽ മുഖം കപ്പിച്ചിട്ട് അങ്ങനെ നിന്നിട്ടില്ല ഇതുവരെയായിട്ട്. എനിക്കങ്ങനെ നിൽക്കാൻ പറ്റില്ല. അത് അമ്മയുടെ ഒരു പോസിറ്റീവ് പോയിന്റ്. ചിലപ്പോ എനിക്കിങ്ങനെ എന്തെങ്കിലും തോന്നിയപ്പോ, പക്ഷെ ഞാൻ മനസ്സിൽ അങ്ങനെ ഒരാളെ വേദനിപ്പിക്കാൻ വേണ്ടി ഞാൻ അല്ല, അമ്മ ഇങ്ങോട്ട് വേദനിപ്പിക്കുകയാണെങ്കിൽ പോലും അമ്മയ്ക്ക് അത് അങ്ങോട്ടേക്ക് അത് തിരിച്ചങ്ങനെ കാണിക്കില്ല തോന്നിയിട്ടുണ്ട്. എനിക്ക് പറ്റില്ല അങ്ങനത്തെ ഒരു കാര്യം. സത്യത്തില് തിരിച്ചു കാണിച്ചു. ചിലപ്പോ ഞാൻ അങ്ങനെ എന്തെങ്കിലും ബുദ്ധി വിഷമമുണ്ടെങ്കിൽ ചിലപ്പോ ഞാൻ സ്വയം ചിലപ്പോ കരയും മാത്രം ഉണ്ടാവും. അല്ലാതെ തിരിച്ചവളൊരു ചീത്ത പറഞ്ഞ് അങ്ങനെ നിൽക്കാറില്ല. അത് അവൾക്കറിയാം. അതുകൊണ്ട് അവൾക്ക് ആ സിറ്റുവേഷൻ ഇതുവരെ വന്നിട്ടില്ല. അതിപ്പോ ഇതും പറയുന്ന കാര്യമല്ല. അപ്പൊ ഇനി തെരസ് ജോ ആണ് അടുത്ത ക്വസ്റ്റ്യൻ. ആള് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് വായിച്ചു പോവാം. എനിക്ക് അമ്മയോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഞങ്ങളുടെ പോലത്തെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് കൊടുക്കാനൊരു ടിപ്പ്. പുതിയ തലമുറകൾക്ക് കൊടുക്കാനുള്ള കുട്ടികൾക്ക് കൊടുക്കാനൊരു ടിപ്പ്. മാരേജിന്റെ ലവ് മാരേജിനെ സത്യത്തിൽ എനിക്ക് ഫസ്റ്റിൽ എനിക്ക് അങ്ങനെ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. പക്ഷെ കിച്ചുവിന് കല്യാണം കഴിച്ച് വന്ന് ഇവിടുത്തെ അവളുടെ ഒരു പെരുമാറ്റം അവരുടെ ഒരു രീതിയും എനിക്ക് കണ്ടപ്പോ എനിക്ക് ലവ് മാരേജിന്റെ ആ ഒരു എന്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു സംഗതികളൊക്കെ മാറിപ്പോയി. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നിയേക്കണം. കാരണം ഞാൻ ഫസ്റ്റിൽ വിചാരിച്ചത് വലിയൊരു തെറ്റ് പോലെയൊക്കെ എനിക്ക് തോന്നിയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടി തിരഞ്ഞെടുത്തു. പക്ഷെ ആ കുട്ടി വന്നപ്പോൾ അവിടെ നല്ലൊരു കുട്ടിയായിട്ടാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ വന്നത്. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വെച്ചാൽ നല്ലൊരു ഇത് പാർട്ട്ണറെ തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ചെന്ന് കയറുന്ന വീടുകളിലായാലും അവരെ നല്ലപോലെ സ്നേഹിക്കാനും അവരോട് കൂടി നല്ലൊരു ഫ്രണ്ട്സായിട്ട് കഴിയാനുള്ള ഒരു ഇത് എന്തായിരിക്കും എല്ലാവർക്കും ഉണ്ടാവണം എന്നല്ല എനിക്ക് പറയാം. ഓക്കെ. ആൻ ചേച്ചിയോടാണ് കേട്ടോ. അല്ല സോറി, അതിന് മുന്നേ നമ്മുടെ ക്വസ്റ്റ്യൻ കേട്ടോ. എങ്ങനെ നല്ലൊരു അമ്മായിമ്മ മരുമകൾ ബന്ധം നിലനിർത്തി കൊണ്ടുപോകാം? അതിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അമ്മയുടെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞാൽ മതി.
തെരേസ തന്നെയാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ കിച്ചു വന്നതിന് ശേഷം ഞാനിപ്പോ അമ്മായിമേത് വന്നപ്പോഴാണ് വന്നതിന് ശേഷം അവൾക്ക് സത്യത്തിൽ പറയുകയാണെങ്കിൽ ഒന്നും അറിയില്ല. ഒന്നും അറിയാത്തൊരു കുട്ടി ചായ പോലും വെക്കാൻ അവൾക്ക് കറക്റ്റ് അറിയില്ലായിരുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മളിപ്പോൾ ഒരു അമ്മായിൻ്റെ വെച്ചാൽ നമ്മൾ അവിടെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എല്ലാ കുട്ടികൾക്കും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ഞാനും അങ്ങനെ തന്നെയായിരുന്നു സത്യത്തിൽ. ഇവിടെ വന്ന് ഇവിടുത്തെ അമ്മാമ്മ പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ അമ്മാമ്മ ചെയ്യുന്നത് എന്തൊക്കെ നോക്കി പഠിച്ചിട്ടുണ്ട് ഞാനും ഇതുപോലെയൊക്കെ അയക്കാറുണ്ട്. അപ്പം ഞാൻ ആ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ അവൾക്ക് ഇങ്ങനെ ഓരോ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണം, ആ കാര്യങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം, അവർക്ക് പറഞ്ഞു കൊടുക്കും ഇങ്ങനെയൊക്കെ ചെയ്യണം പോലെ, എന്നാലാണ് കാര്യങ്ങൾ ഇതാവുള്ളൂ. അപ്പം നമ്മളെപ്പോഴും ഒരു അമ്മായിയമ്മ എന്നുള്ളൊരു രീതിയിൽ കാണണ്ട. നമ്മുടെ മക്കളെ പോലെ തന്നെ നമ്മുടെ മക്കളെ നമ്മളെങ്ങനെ സ്നേഹിക്കണം, അതുപോലെ തന്നെ അവരും കൂടി സ്നേഹിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് നമ്മളോടുള്ള ആറ്റിറ്റ്യൂഡ് അതുപോലെ തന്നെയായിരിക്കും. അല്ലെങ്കിൽ നമ്മളൊരു മരുമോള് വന്നു അല്ലെങ്കിൽ അവളോട് അങ്ങനെ പെരുമാറണം, എൻ്റെ മോനാണ് നല്ലത്, അങ്ങനെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാറ്. ഞാൻ സത്യത്തിൽ എപ്പോഴും ചിന്തിക്കാറ് എൻ്റെ മക്കളെയും കൂടുതൽ ഞാൻ അവിടെ സ്നേഹിക്കാനായിട്ട് ഇതാകാറുണ്ട്. കാരണം അവരെ ചിലപ്പോൾ ഇത്തിരി കെയർ ചെയ്തില്ലെങ്കിലും ഞാൻ കിച്ചുവിനെ കെയർ ചെയ്യും. കാരണം എൻ്റെ മനസ്സിൽ അവളൊരു വിഷമങ്ങൾ ഇവിടെ അനുഭവിക്കാൻ പാടില്ല എന്നുള്ളത് എനിക്ക് ഒരു ഇതുണ്ട്. കാരണം മക്കൾ തിരിയത് വന്നാലും അവരുടെ അത് പോവാം. പക്ഷെ എനിക്ക് അവളെ വിഷമിക്കുന്നത് എനിക്ക് പറ്റില്ല. അത് എൻ്റെ ഒരു ഇതായിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനെ സാധിക്കാത്ത ഒരു മൈൻഡാണ് എൻ്റെ. ചിലപ്പോൾ അവൾക്ക് കുറവുകളുണ്ട്, കാരണം അവൾക്ക് ഇങ്ങനെ അറിയാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ സ്നേഹത്തോടു കൂടി പറഞ്ഞു കൊടുത്ത് അത് അവൾ അംഗീകരിക്കാറുണ്ട്, അവൾ ചെയ്യാറുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ. എനിക്ക് ഈ പ്രഗ്നൻസി പീരീഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവൾക്ക് അങ്ങനെ എല്ലാ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞൊരിതാകുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതുപോലെ അവൾ ചെയ്യാനും തുടങ്ങി. അതെനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ അങ്ങനെ ആയിരിക്കണം നമ്മൾ പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എപ്പോഴും നമ്മൾ പോകണം. കാരണം നമ്മൾ ഒരു കാര്യം ഒരു കുറ്റം കണ്ടോ പൊക്കി പിടിച്ച് അങ്ങനെ നടക്കാൻ പാടില്ല. അതിപ്പോൾ മരുമകളായാലും അങ്ങനെ തന്നെ. ആ അമ്മയുടെ ഇതെന്താണ് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ എങ്ങനെയായിരുന്നു അവർ ജീവിക്കുന്നത് അതും കൂടി മനസ്സിലാക്കാനുള്ള കഴിവ് ആ കുട്ടിക്ക് ഉണ്ടാവണം. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലൈഫ് നന്നായിട്ട് പോകും. അതാണ് എനിക്ക് പറയാം. അപ്പൊ നിങ്ങൾക്ക് ടിപ്പൊക്കെ കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്നോടാട്ടാ. ചേച്ചി ഇപ്പോൾ ഒരു അമ്മയായല്ലോ. ഒരു അമ്മ എന്ന നിലയ്ക്ക് ചേച്ചിക്ക് ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് ജീവിതത്തിൽ ഇംപ്രൂവ് ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ളത്? എന്താണ് ഞാൻ മുന്നേറ്റങ്ങളെ കുറച്ചും കൂടെ റെസ്പോൺസിബിൾ ആയിട്ടുണ്ട്. കൊച്ചിന്റെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അവൾക്ക്. അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയൊന്നുമില്ല. വന്നപടി ചന്തെന്ന് പറയണ പോലെ ഇങ്ങനെ പോകുള്ളൂ. സത്യത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ നിഖിലിന് തന്നെ എൻ്റെ ഒരു ഭർത്താവാണ് എന്നുള്ള രീതിയിൽ പോലും ചിലപ്പോൾ അവൾക്ക് അങ്ങനെ അതിന്റെ റെസ്പോൺസിബിലിറ്റി അവൾ എടുക്കാറില്ല. കാരണം അവൾക്ക് അത് അങ്ങനെ ഒരു ഓളത്തിൽ അവൾ നടക്കും. അങ്ങനെ പിന്നെ എന്നെ തന്നെ സ്വന്തം എന്ന് വിചാരിച്ചിട്ട് അവൾ ഇരിക്കാറില്ല എന്ത് കാര്യങ്ങളും. അത് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടറും അത് തന്നെയാണ്. പക്ഷെ അത് അവൾ കുറച്ച് മാറ്റിയെടുക്കുന്നത് അവളുടെ ലൈഫിൽ നന്നാവണം. അതുകൊണ്ട് എനിക്ക് അതിനും കൂടി അവളെ ആക്കി എടുക്കണം. എനിക്ക് അങ്ങനെ ഒരു വിചാരമുണ്ട്. കാരണം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്താൽ മാത്രമാണ് എനിക്ക് ലൈഫ് മുന്നോട്ട് പോകുന്നത്. കുട്ടിയായി കാര്യങ്ങളൊക്കെ ആയി ഭർത്താവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ കുടുംബത്തിൻ്റെതായ കൂട്ടുകുടുംബമാണ് എല്ലാം നമ്മൾ ചെയ്യണം. അതുകൊണ്ട് ഞാനൊക്കെ ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമുണ്ട്. അവിടെ അത് അംഗീകരിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു റെസ്പോൺസിബിലിറ്റി അവൾക്ക് ആയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല കേട്ടോ. അപ്പൊ അടുത്തത്, വെറുതെ ഒന്നുമില്ലാത്ത കാര്യത്തിന് ഡിവോഴ്സ് ചെയ്തു പോകുന്ന കുട്ടികളോട് അമ്മയ്ക്കും ചേച്ചിക്കും എന്താണ് പറയാനുള്ളത്? വീണ്ടും തെരേസ തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ തെരേസിന്റെ. ഒരു കാര്യവും ഇല്ലാണ്ട് ഇങ്ങനെ പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈഫ് വെറുതെ കളയാന്ന് മാത്രമേ ഉള്ളൂ. അതിൽ വലിയ അർത്ഥങ്ങളൊന്നുമില്ല. ഒരു കാര്യം ഇല്ലാണ്ട് പോകേണ്ട ആവശ്യമില്ല. കാരണം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെയാണ് ഇപ്പോൾ ഡൈവോഴ്സ് വരുന്നത്. അതൊക്കെ ശരിക്കും തെറ്റാണ്. കാരണം കുഞ്ഞു കുഞ്ഞു കാര്യമൊക്കെ അതൊന്നും പിന്നീട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ. കുറേയൊക്കെ നമുക്ക് ക്ഷമിക്കാൻ പഠിക്കണം. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളൊരു കാര്യം, എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചൊരു കാര്യമുണ്ട്. ഒരു പെൺകുട്ടി ഒരു ഭാര്യയായിട്ട് വരുമ്പോൾ കുറേ ക്ഷമിക്കാൻ പഠിക്കണം. ക്ഷമ വളരെയധികം അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. കാരണം എൻ്റെ ജീവിതത്തിലായാലും ഞാൻ കുറേ ഞാൻ കിച്ചുവിനോടായാലും ഞാൻ പറഞ്ഞു കൊടുക്കാനുള്ള കാര്യങ്ങളാണ്. കാരണം ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം കയറും. പിന്നെ ഇതിൽ ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ചെറിയ കാര്യത്തിലായാലും ചൂടായാൽ പോലും നമ്മൾ ക്ഷമിക്കാൻ പഠിച്ചാൽ നമ്മളൊന്ന് ഒതുങ്ങി ഒന്ന് ക്ഷമിച്ചു ചിന്തിക്കും. അവർ തന്നെ തിരിച്ചു വരും. അതാണ് അതിന്റെ കാര്യം. അവർ തന്നെ തിരിച്ചു വരും. നമ്മൾ അതിനൊപ്പത്തിനൊപ്പം പറയരുത്, ഒരിക്കലും പറയരുത്. അത് വിചാരിച്ച് നമ്മൾ താഴ്ന്നു പോകണില്ല. നമ്മൾ ഉയരൊക്കെ മാത്രമേ ചെയ്യുള്ളൂ. നമ്മൾ ഇത്തിരി താഴ്ന്നു എന്ന് വെച്ചാൽ നമ്മൾ ഉയരാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ തന്നെ സ്വയം താഴ്ന്നു വരും. അപ്പോൾ ചെറിയ കാര്യങ്ങൾക്കൊന്നും അങ്ങനെ പോകേണ്ട കാര്യങ്ങളൊന്നും ശരിയല്ല. എത്ര പറയുന്നത് എനിക്ക് അത് തന്നെ തോന്നാറുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് അവർക്ക് ഭയങ്കര എഫക്ട് ഇതാവില്ലേ, ഭയങ്കര ബുദ്ധിമുട്ടാവും. കുട്ടികൾ കൊച്ചുകുട്ടികളുണ്ടായിട്ട് കുഞ്ഞു കാര്യത്തിന് പോയി കഴിഞ്ഞാൽ ആ കുട്ടികളുടെ ഭാവി എടുത്താൽ അത് വലിയ തെറ്റാണ്. ഭയങ്കര തെറ്റാണ്. നിങ്ങൾ ആ കുട്ടികളോട് ചെയ്യണ തെറ്റാണ്.
ഇനിയാണ് അടുത്ത ക്വസ്റ്റ്യൻ. ലെറ്റ് മീ തിങ്ക്. ഇനി 2 മരുമക്കൾ വന്നാൽ അമ്മ ഞാൻ ചേച്ചിനെ മറക്കോ? പറഞ്ഞിട്ട് പോയാ മതി. 2 മരുമക്കൾ വന്നാലും ആൻ ചേച്ചിനെ ഞാൻ മറക്കില്ല. കാരണം ഞാൻ എല്ലാവരും ആൻ ചേച്ചിനെ എങ്ങനെ സ്നേഹിക്കണോ അവരാര് വന്നാലും അവരും സ്നേഹിക്കും, ആൻ ചേച്ചിനെ അതുപോലെ തന്നെ സ്നേഹിക്കും. എനിക്ക് തിരിച്ച് സ്നേഹിക്കാനുള്ള ഒരു പാർഷ്യാലിറ്റി വെച്ച് സ്നേഹിക്കാനൊന്നും എനിക്ക് അറിയില്ല. എനിക്ക് സത്യത്തിൽ അങ്ങനത്തെ ഒരു ഇത് വെച്ചിട്ട് ആരെ എവിടുന്ന് എന്ത് തരത്തിലുള്ള ആൾ ആയാലും എനിക്കെല്ലാവരും തന്നെ. പക്ഷെ ഇനി ചിലപ്പോ ഇതിപ്പോ കിച്ചൂരിക്ക് പൗരൂരിന് എന്നോട് ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇനി അവിടെ എന്തെങ്കിലും അങ്ങനത്തെ ഒരു ഇത് എന്റെ അടുത്ത് പെരുമാറി ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ മാനസികമായിട്ട് വിഷമം തോന്നാം, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു വേർതിരിച്ച് കാണില്ല എന്ന് എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ കാണില്ല. എനിക്ക് എല്ലാവരും ഇപ്പൊ 3 ആൾ വരുന്നുണ്ട്, 3 ആൾ എൻ്റെ മക്കളില്ല. അതുപോലെ അപ്പൊ അങ്ങനെയാണ് എന്റെ കാര്യം. ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഒരു ഇതിലേക്ക് പോയില്ല. അപ്പൊ ലെറ്റ് മീറ്റിംഗിന് ഉത്തരം കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ജിസ്നി സുനിലാണ്. അമ്മ ഉണ്ടാക്കുന്ന ഏത് ഫുഡാണ് ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടം? ചേച്ചി ഉണ്ടാക്കുന്ന ഏത് ഫുഡാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം? അമ്മ എന്റെ ഉണ്ടാക്കാറില്ല. ഒരു ഫുഡ് ഉണ്ടാക്കും, മാഗി ഉണ്ടാക്കും. മാഗി ഉണ്ടാക്കുന്നത് എനിക്ക് ഇഷ്ടം. നമ്മള് ഉണ്ടാക്കി എടുക്കുന്നത് ഒരു പ്രത്യേകത. ഞാൻ ഉണ്ടാക്കുമ്പോൾ അത് ഇത്തിരി ഇങ്ങനെ വെള്ളത്തിൽ അവിടെ പോലെ തോന്നാറുണ്ട്. പക്ഷെ ഇവള് നന്നായിട്ട് അത് ഇങ്ങനെ ഡ്രൈ പോലെ ഉണ്ടാക്കാറുണ്ട്. അത് എനിക്ക് ഇഷ്ടമാണ്. ബാക്കി ഇങ്ങനെ വലിയ ഫുഡുകളിലേക്കും ഞാൻ ഇവിടെ വിട്ടിട്ടില്ല സത്യത്തില്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നേ വന്ന് ഒരു മാസം കഴിഞ്ഞ് 2 മാസത്തിനുള്ളിൽ പ്രഗ്നന്റ് ആയി. അപ്പോൾ ഞാൻ അധികം അവളെ കൂടെ അങ്ങനെ ചെയ്യിപ്പിച്ചിട്ടില്ല. എനിക്ക് പേടിയായതുകൊണ്ടാണ്. കാരണം അധികം ചെയ്ത് വല്ലതും എപ്പോഴും ഉണ്ടായി തട്ടി പറഞ്ഞു പോകുന്നതായിരുന്നു പാത്രം. അതുകൊണ്ട് എനിക്ക് ധൈര്യമില്ല അവിടെ നിങ്ങൾ വന്നെങ്കിലും വെച്ചിട്ട് ഞാൻ ചെയ്യിക്കാറില്ല. പിന്നെ ഇപ്പൊ ഇങ്ങനെയൊക്കെ അവള് ഇങ്ങനെ ഓരോന്ന് ചെയ്ത് തുടങ്ങിയില്ല. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയേക്കണ ഒരു കാര്യം ഇതാണ്, ഈ ഒരു മാഗി അവൾ ഉണ്ടാകും. ഞാൻ പഠിച്ചത് ഞാൻ പഠിപ്പിച്ചു കൊടുത്ത മീൻകറി. പക്ഷെ ഇവിടെ ഈ നൂഡിൽസ് ഉണ്ടാക്കുന്നത് ഇവിടെ തന്നെ പഠിച്ചേക്കണം. അത് എനിക്ക് എങ്ങനെ കിട്ടി എനിക്കറിയില്ല. അത് അവിടെ വെച്ച് ഇവിടെ പഠിച്ചേക്കണമെന്നുണ്ട്. അതുകൊണ്ട് പഠിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. അങ്ങനെ പഠിച്ചു. എന്റെ അമ്മ അത് ഇങ്ങനെ കുഴഞ്ഞിട്ട് തന്നെ അവിടെ അമ്മ അവള് പറയാറില്ല അത് കുഴഞ്ഞ പോലെയാവും. അപ്പൊ എനിക്ക് പക്ഷെ ഇവിടെ അനിയന്മാർക്കായാലും ഇഷ്ടമാണ് അവള് ഉണ്ടാക്കണ ആ ഡ്രൈ പോലെ ഉണ്ടാക്കുന്നത്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എങ്കിലും തൊടില്ല, ഒന്നും വേണ്ട. ഇഷ്ടമാണ് ഇവിടെ ഉണ്ടാക്കി അവനും കൊടുക്കും. അങ്ങനെയാണ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കും ഇഷ്ടമാണ്. എനിക്ക് സത്യം പറഞ്ഞ ബീഫ് എന്ന് പറഞ്ഞ സാധനം കല്യാണത്തിന് മുന്നേ എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. ഞാൻ ആകെ ഇവിടെ ഇറച്ചിയിൽ ചിക്കൻ മാത്രം കഴിക്കുള്ളൂ. മീനെല്ലാം കഴിക്കും, ചിക്കൻ മാത്രം കഴിക്കുള്ളൂ. പക്ഷെ ഞാൻ ബീഫിന് സ്നേഹിച്ചു തുടങ്ങിയത് അമ്മയുടെ ബീഫ് കഴിച്ചതിന് ശേഷം. എനിക്ക് അമ്മയുടെ ബീഫാണ് ഇഷ്ടം. ബീഫ് കായലിട്ട് വെക്കണത് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ അതൊന്നും എന്റെ വീട്ടിലുണ്ടാക്കിയ ബീഫ് ഞാൻ അതൊന്നും കഴിക്കാറ് തൊടാറ് പോലില്ല. എന്നെ അറിയണവർക്കൊക്കെ അറിയാം ബീഫ് ഞാൻ കഴിക്കാറില്ല. അപ്പൊ അമ്മ എപ്പോ ഞാൻ ബീഫ് അത്യാവശ്യം കഴിച്ചു തുടങ്ങി. കണ്ടമാനൊന്നും കഴിക്കില്ല, തൊടാത്ത സാധനം ഞാൻ ഇഷ്ടപ്പെട്ട് വന്നിട്ടുണ്ട്. ചിക്കൻ മാത്രമേ കഴിക്കൂ. ചിക്കൻ മാത്രം കഴിക്കുള്ളൂ. അപ്പൊ ബീഫാണ് എനിക്ക് ഇഷ്ടം. ഇനി അബിത ചോദിച്ചിട്ടുണ്ട് വീട്ടുജോലിയൊക്കെ ചേച്ചി ചെയ്യുമെന്ന്. പറഞ്ഞു വീട്ടുജോലിയുടെ കാര്യം പറഞ്ഞില്ല. ഇതാണ് അങ്ങനെ എല്ലാരും ഒന്നാമത് അവർക്ക് എല്ലാം അറിയില്ല, അത് വേറെ കഥ. പിന്നെ ഈ സമയങ്ങൾ ഇങ്ങനെ വന്നു ഇപ്പൊ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. കുഞ്ഞിന്റെ കാര്യങ്ങളുള്ളതുകൊണ്ട് കുറച്ചൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റാറില്ല. അപ്പൊ കുട്ടിയുടെ കാര്യം നോക്കും. പിന്നെ ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ അവളെ പഠിപ്പിക്കണമെങ്കിൽ ഞാൻ കുട്ടീനെ നോക്കി എന്തെങ്കിലുമൊക്കെ ചെയ്ത് പഠിപ്പിക്കുന്നത് ഞാൻ വിചാരിക്കുന്നുണ്ട്. അത് ഇങ്ങനെ ചെയ്യുന്നുണ്ട്, തുടങ്ങിയിട്ടുണ്ട്. ആ മോളെ എന്റെ മോളെ എങ്ങനെ തരണോ അതുപോലെ ഒന്ന് പഠിപ്പിക്കാന്ന് വിചാരിച്ചു. കാരണം എനിക്ക് മോളില്ലാത്ത ആരുണ്ട് ഇവിടെ നിന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, അതെന്റെ ടീച്ചറിന് ഇഷ്ടമാവാൻ സാധ്യതയുണ്ട്. അതെ ശരി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചിത്ര സിബിയാണ് ചോദിച്ചിരിക്കുന്നത്. കിച്ചു ചേച്ചിയിലെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ നമ്മൾ മുന്നേ പറഞ്ഞു, എന്നാലും ജസ്റ്റ് അമ്മ കിച്ചു ചേച്ചിയിൽ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഞാൻ പറഞ്ഞു. ഇപ്പൊ ഇത് എനിക്ക് അതൊക്കെ തന്നെ അതെന്നെ പറയാനുള്ളത്. റിപ്പീറ്റ് ചെയ്യണ അതെന്നെയാണ് എനിക്ക് ഇഷ്ടം. എനിക്ക് ക്യാരക്ടർ ഇഷ്ടപ്പെട്ടാൽ ഒരൊറ്റ കാര്യം, അവൾക്ക് ഉള്ളിൽ ഞാൻ വിചാരിക്കാൻ പറ്റുന്ന കള്ളത്തരങ്ങളൊന്നും ഇല്ലാത്തൊരു കുട്ടികളുടെ ഒരു മൈൻഡായിട്ട് എനിക്ക് തോന്നിയ കാര്യം, എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം തന്നെയാണത്. അത് ഞാൻ തന്നെ വിശ്വസിക്കുന്നു, സത്യത്തിൽ വിശ്വസിക്കുന്നു. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. അത് ഇപ്പോഴും പിന്നെ റിപ്പീറ്റ് ചെയ്യണത് സംഭവം. അതിനായിട്ട് എടുത്തത് സോണിയ ആൻഡ് തോമസ് ആണ് അടുത്ത് ചോദിച്ചിരിക്കുന്നത്. കിച്ചു ചേച്ചിയോട് ഒരു ക്വസ്റ്റ്യൻ, അമ്മയിൽ നിന്നും ഏറ്റവും ഹാപ്പി ആയ ഒരു മൊമെന്റ്, പിന്നെ ഏറ്റവും സാഡ് ആയിട്ടുള്ള മൊമെന്റ്. ഫസ്റ്റ് ഓഫ് ഓൾ സാഡ് ആയിട്ടുള്ള മൊമെന്റ് എനിക്ക് അങ്ങനെ കയറിയിട്ടും
അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞു അങ്ങനെ അമ്മയ്ക്ക് അങ്ങനെ മുഖം കറുപ്പിച്ച് സംസാരിക്കാൻ അറിയില്ല. അത് എന്നോടൊന്നല്ല, ആരോടും അറിയില്ല, ആരോടും അമ്മ അങ്ങനെ ചെയ്യാറില്ല. പിന്നെ ഒരു ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു അങ്ങനെ ഹാപ്പി ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല, പക്ഷെ നിഖിൽസേനോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഡെലിവറി കഴിഞ്ഞ ഒരു ഡേ, അപ്പൊ ഞാനൊരു സൺഡേ ആണ് പ്രസവിക്കുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നല്ല പോയി, ഞാൻ ഇവിടുന്ന് പെട്ടെന്നൊരു അർജന്റ് വന്നിട്ട് അർജന്റായിട്ട് പോയി പ്രസവിച്ച് വന്നാൽ ഞാൻ. അപ്പോൾ ഡേറ്റ് ഒന്ന് എത്തിയിട്ടുണ്ടായിരുന്നു, ഒരു മാസം മുന്നായിരുന്നു. അപ്പോൾ കൊറോണയുടെ ഒരു സിറ്റുവേഷൻ ഒക്കെ ആയ കാരണം ഹോസ്പിറ്റലിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, ഒരാൾക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പം നിഖിൽ ചേട്ടൻ കയറി. പിന്നെ അമ്മ ഞാൻ ഇത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ കാരണം കയറി. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ അമ്മയ്ക്കൊന്നും അങ്ങനെ വരാൻ പറ്റിയില്ല. പിന്നെ സൺഡേ കാരണം കൊറോണ ടെസ്റ്റ് അവിടെ ഉണ്ടായിരുന്നില്ല. കൊറോണ ടെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ കാണാനും അതിൻ്റെ കൂടെ നിൽക്കാനും പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ഫസ്റ്റത്തെ ദിവസം ഞാൻ പ്രസവിച്ചൊരു ദിവസം പിറ്റേ ദിവസം വൈകിട്ടാണ്, തിങ്കളാഴ്ച ഒരു വൈകിട്ടാണ് അമ്മ എത്തിയത്. അപ്പൊ ആ തിങ്കളാഴ്ച ഒരു ഉച്ച വരെയൊക്കെ ഉണ്ടായിരുന്നു, അമ്മ ഉണ്ടായിരുന്നു. അപ്പൊ ശരിക്കും എന്റെ അമ്മേനെ സ്വന്തം അമ്മേനെ എങ്ങനെ നോക്കണം അതുപോലെ തന്നെയാണ് അമ്മേനെ നോക്കിയത്. പിന്നെന്താ പറയാ, എന്റെ ലൈഫ് ടു സെഡ് അമ്മ തന്നെയാണ് ചെയ്തത്. ശരിക്കും എന്റെ അമ്മ എങ്ങനെ ചെയ്യണം അതുപോലെ തന്നെയാണ് ചെയ്തത്. എനിക്ക് ചെയ്യണം. എന്റെ മോളെ പോയി തന്നെയാണ് ഞാൻ അവിടെ കാണുന്നത്. എനിക്ക് മറ്റൊരു തരത്തിൽ കാണാൻ പറ്റില്ല. പക്ഷെ കൂടുതൽ ഇഷ്ടമാണോ അതല്ല കാര്യം. പക്ഷെ ഞാൻ അതിനൊരു സ്പെഷ്യൽ ഒരു സ്നേഹം എനിക്ക് ഉണ്ട്. അപ്പൊ എനിക്കാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ വേറൊരു ചിലപ്പോ ഉണ്ടാവായിരിക്കാം, വേറൊരു മദർ ഇൻ ലോസ് ഒക്കെ അങ്ങനെ വന്നിട്ട് കൂടെ നിന്നിട്ട് ഫുൾ എന്റെ A to Z എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാ കാര്യങ്ങളും ഒക്കെ അമ്മയെ ചെയ്തത്. നീച്ചേട്ടൻ ഉണ്ടെങ്കിൽ കൂടി അമ്മ ഉണ്ടായിരുന്നു കൂടെ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഓക്കെ, അപ്പൊ അടുത്തത് അനീറ്റയാണ് ചോദിച്ചിരിക്കുന്നത്, അമ്മയുടെ സൗന്ദര്യത്തിൽ കുശുമ്പ് തോന്നിയിട്ടുണ്ട്. അങ്ങനെ കുശുമ്പ് തോന്നിയില്ല, എനിക്ക് സന്തോഷം തോന്നിയിട്ടുള്ളൂ. കാരണം നല്ല അടിപൊളി അമ്മായിമ്മയാണ് കിട്ടി. പിന്നെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ട് അമ്മായിമ്മ അതിന് ചുള്ളത്തെയുള്ളൂ, അങ്ങനെ ഇപ്പോഴും ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ട്. കുറെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ എനിക്കൊരു എന്താ പറയാ അഭിമാനമുള്ളൂ. പിന്നെ അമ്മയുടെ സൗന്ദര്യമാണ് നിഖിൽ ചേട്ടനെ കിട്ടിയേക്കണം. അപ്പൊ അമ്മയ്ക്ക് സൗന്ദര്യം ഉള്ള കാരണം ഉള്ളെങ്കിൽ നല്ല അടിപൊളി ഭർത്താവിന് കിട്ടിയത്. നിഖിൽ ചേട്ടൻ കേൾക്കണ്ട. അപ്പൊ എനിക്ക് അതിലൊരു അസൂയില്ല, എനിക്ക് സന്തോഷം മാത്രമുണ്ട്. അപ്പോ ഇനി അടുത്തത് പ്രിയ ഗിരീഷാണ് ചോദിച്ചിരിക്കുന്നത്, അമ്മയ്ക്ക് മാനേജിക്കും സിമിലർ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? സിമിലർ ആയിട്ട് ഉണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഉണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ കെട്ടിയന്മാരെന്തെങ്കിലും പറഞ്ഞ അങ്ങനെ എടുത്ത് ഒരു ചീത്ത തിരിച്ച് പറയാറില്ല. അത് ഞാനിപ്പോ അങ്ങോട്ട് തിരിച്ചു അത് കിച്ചുവായാലും നിഖിലിന്റെ അടുത്ത് പറയാറില്ല. എതിർത്ത് അങ്ങോട്ട് അവൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവളെ എതിർത്ത് അങ്ങോട്ട് സംസാരിക്കും. അവള് ചിലപ്പോൾ സൈലന്റ് ആവുള്ളൂ. അതേപോലെ തന്നെ അത് ഒരു ക്യാരക്ടർ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനും അതുപോലെ തന്നെയാണ്. പെട്ടെന്ന് ചൂടായി സംസാരിച്ചാൽ ഞാൻ സൈലന്റ് ആവും. ആ ഒരു സൈലന്റ് അവള് ഇവളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു സിമിലാരിറ്റി പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അവള് അങ്ങനെ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് സംസാരിക്കാറില്ല. എന്തെങ്കിലും അവൻ പറഞ്ഞു ചിലപ്പോൾ അവള് മിണ്ടില്ല, അല്ലെങ്കിൽ ഇതായിട്ടിരിക്കും. അപ്പൊ തന്നെ അവര് ഓട്ടോമാറ്റിക്കലി അവര് സൈലന്റ് ആവും. അതൊരു സിമിലാരിറ്റി ആയിട്ട് എനിക്ക് തോന്നിയില്ല. അതൊരു നല്ലൊരു ഇതായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ എനിക്കൊരു സിമിലാരിറ്റി പിന്നെ എനിക്ക് തോന്നി പറഞ്ഞ പോലെ ഇങ്ങനെ എനിക്കും അത് ഇങ്ങനെ മുഖം കപ്പിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കാൻ അറിയില്ല. സംഭവം ഉള്ളിൽ എനിക്ക് ഇങ്ങനെ ദേഷ്യം ഉണ്ടെങ്കിൽ അങ്ങനെ അവരോട് പെരുമാറാൻ അവരെന്നോട് എന്ത് ചെയ്താലും അവരെന്നോട് എങ്ങനെ ഇതായി വന്ന് സംസാരിച്ചാൽ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. എനിക്ക് ദേഷ്യം വന്നിട്ട് നിങ്ങൾ ചേട്ടനോട് പറയാം, അവര് ഇങ്ങനെ ചെയ്താൽ വരട്ടെ ശരിയാക്കി തരാന്നൊക്കെ വലിയ ഡയലോഗ് പറഞ്ഞിട്ട് വരും. നമ്മൾ പറയും. പക്ഷെ അതുകൊണ്ട് ഞാൻ ഒരിക്കലും മറ്റുള്ളവരെ കാണിക്കാറില്ല. അത് ശരിയായിരിക്കും. അത് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കും തോന്നുന്നുണ്ട്. പറഞ്ഞ പോലെ ഈ രണ്ട് കാര്യം എനിക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇനി അടുത്തത് അമ്മയുടെ ബ്യൂട്ടി സീക്രട്സ് ഒന്ന് പറയൂ കൃഷ്ണേന്ദു. ഒന്നും ചെയ്യാറില്ല. വലിയ ബ്യൂട്ടി ശരി, അമ്മ അങ്ങനെ ചെയ്യാറില്ല. ഞാനല്ല വല്ല ഫംഗ്ഷൻ ഉണ്ടാകുമ്പോ ഒന്ന് ഫാഷൻ ത്രെഡ് മാത്രം അല്ലാണ്ട് അങ്ങനെ ബ്യൂട്ടി അങ്ങനെയൊന്നും ചെയ്യുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ചെയ്യാറില്ല. ഇല്ല, എന്താ പറയാ നാച്ചുറലായിട്ട് കിട്ടിയ ഒരു ഭംഗിയാണ് അമ്മയുടെ. അടുത്തത് അനു തോമസ് ആണ്.
പെണ്ണ് കാണലും മുൻപ് ആൻ ചേച്ചിയെ അപരിചിതമായി എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? അവിചാരികമായിട്ടായിരിക്കും ഉദ്ദേശിച്ചത്. പക്ഷെ പെണ്ണ് കാണാൻ പോണതിന് മുന്നേ ഞങ്ങൾ ഒരു ദിവസം ഇവിടെ കണ്ടു, കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു പറയുന്നത്. കാരണം അത് വേറെ ഒന്നും കൊണ്ടല്ല, പെണ്ണ് കാണാൻ ചടങ്ങ് അപ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് അവിടെ കാണണം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഒരു തൃശ്ശൂർ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് കണ്ടിരുന്നു. അവിചാരിതമായിട്ട് കണ്ടിട്ടില്ല. സംഭവം എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു ഇത് നടക്കുന്നുണ്ടെന്നുള്ളത്. സത്യത്തിൽ എനിക്കറിയില്ലായിരുന്നു. അപ്പൊ ലാസ്റ്റ് പറഞ്ഞപ്പോഴാണ് ഞാൻ പള്ളിപ്പുറം ഷോക്കായ പോലെ ആയി എന്നുള്ളത് പറഞ്ഞത് ശരിയാണ്. ഞാൻ പക്ഷെ കാണുണ്ടായിരുന്നു, കാരണം എനിക്കറിയില്ലല്ലോ. ഞാൻ പ്രാവശ്യം കോളേജിലേക്ക് ഇങ്ങനെ പോവായിരുന്നു കേട്ടോ. കോളേജിൽ പോയിട്ട് ക്രൈസ്റ്റ് കോളേജിലാണ് പഠിച്ചത്. അപ്പൊ ഞാനിങ്ങനെ ബസ് ഇറങ്ങുമ്പോ അമ്മ സെയിം ബസ്സിൽ എനിക്കറിയില്ല കേട്ടോ. ചേട്ടനോട് അന്ന് ചോദിച്ചായിരുന്നു അമ്മേനെ കണ്ടുവരുമോ, അമ്മ എന്റെ ഗ്യാസ് ബുക്ക് ചെയ്യാനാണ്. അപ്പൊ അങ്ങനെ ഞാൻ അവരോട് ചോദിച്ചാൽ അമ്മേനെ കാണാറുണ്ട്. കണ്ടിട്ട് ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കറിയാത്തോണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇനി ആര്യ ചോദിച്ചിരിക്കുന്നത്, if Anne Chichi was from a different religion, from different section like Orthodox, Martoma, etc., ഈ മാരേജിന് ഓക്കെ ആവുന്നു എന്ന് പറയുകയാണെങ്കിൽ ഞാനിപ്പോ വേറെ ഒരു ഹിന്ദു. പക്ഷെ അതെനിക്ക് ചിലപ്പോൾ അംഗീകരിക്കാൻ പറ്റില്ല. അതുള്ള കാരണം ഇപ്പം നിവൃത്തിയോട് ചിലപ്പോൾ അംഗീകരിച്ചു വരാം, പക്ഷെ എൻ്റെ മനസ്സുകൊണ്ട് അത് അംഗീകരിക്കില്ല. കാരണം എനിക്കിത് കൂടുതൽ ഇഷ്ടപ്പെട്ട കാരണം ഞങ്ങളുടെ ഒരു ഇതും ഞങ്ങൾക്ക് പറ്റുന്ന ഒരു ഫാമിലിയും എല്ലാം ആയതുകൊണ്ടും അതൊരു വേറൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. പിന്നെ ഇവളെനിക്ക് ഇഷ്ടമായതുകൊണ്ടും അതുകൊണ്ട് എനിക്ക് മാനസികമായിട്ട് ഞാൻ വളരെ സന്തോഷത്തിലാണ് ഞാൻ ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട്. തരത്തിലുള്ള എനിക്കും അത് ഞാൻ മുന്നത്തെ ക്യൂനിലൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എനിക്കും അത് ഇന്റർകാസ്റ്റ് മാരേജ് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതെന്താണ് എനിക്ക് അറിയില്ല. എനിക്ക് പണ്ടൊട്ടേ ആ ഒരു സംഭവത്തിലൂടെ ഇപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ വേറെ കാസ്റ്റ് എനിക്ക് പണ്ടൊട്ടേ ഒരു ഇറിറ്റേഷനുള്ള കാര്യമാണ്. പക്ഷെ ഞാനിപ്പോ ചിന്തിക്കാറ് ഇപ്പൊ ശരിക്കും നമ്മൾ സെയിം കാസ്റ്റ് ഒക്കെ ആണെങ്കിൽ നമ്മളിപ്പോ കല്യാണം കഴിച്ചെന്ന് വെച്ചാൽ വീട്ടുകാർക്ക് ഒരു നാണക്കേട് ഉണ്ടാവില്ല. പക്ഷെ ഇന്റർ കാസ്റ്റ് ഒക്കെ ആവുമ്പോ എത്ര നമ്മൾ അങ്ങനെ വീട്ടുകാരെ ഓക്കെ ആണെന്ന് പറഞ്ഞാലും അവർ പൂർണ്ണ സമ്മതത്തോടെ പറഞ്ഞാലും മനസ്സിന്റെ ഉള്ളിൽ അത് വേദന തന്നെയായിരിക്കും. ചെയ്തു കൊടുക്കുമായിരിക്കും, കാരണം നിവൃത്തിയോട് ചിലപ്പോൾ ചെയ്തു കൊടുക്കും. പക്ഷെ ഇതൊന്നും ഇതൊക്കെ എനിക്ക് പോസിറ്റീവായിട്ടല്ല വന്നിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് എനിക്ക് ഞാൻ പറഞ്ഞു ഇച്ചുവരെ ഞാൻ സ്വീകരിച്ചത് പൂർണ്ണ മനസ്സോട് അത്ര സന്തോഷത്തോടുകൂടി ഞാൻ അവളെ സ്വീകരിച്ചത്. അത് അവൾക്ക് അറിയാം ഇത്ര വർഷം ഇത്ര നാളുകൊണ്ട് എങ്ങനെയാണ് അമ്മ അവളുടെ പെരുമാറിയത് അവൾക്ക് അറിയാം. ശരിയാണ്. അടുത്തത് ഫ്രണ്ട്ലി ഫിലിപ്പാണ് ചോദിച്ചിരിക്കുന്നത്, 3 ആൺമക്കളുള്ള അമ്മയ്ക്ക് ആനിനെ കിട്ടിയപ്പോൾ ഉണ്ടായ ഒരു ഫീലിങ്സ് എന്തായിരുന്നു? എനിക്ക് ഭയങ്കര സന്തോഷമായി സത്യം പറഞ്ഞിട്ടുണ്ട്. കാരണം എപ്പോഴും ചെക്കന്മാരല്ല, അപ്പൊ എനിക്ക് അവളോട് പ്രത്യേക ഒരു സ്നേഹവും ഒരു കരുതലും ഒക്കെ എനിക്ക് അവളുടെ അടുത്ത് ഉണ്ടായിട്ടുണ്ട്. ഒരു കുട്ടി ഉണ്ടായി മരുന്ന് അവിടെ പപ്പ പറയാറുണ്ട് എനിക്ക് 4ാമതുണ്ടായ മോളാണ്, അല്ല ഒരു കുട്ടീനെ പോലെ എന്റെ പപ്പ എപ്പോഴും പറയാം. അതുപോലെ തന്നെ പപ്പ അവളെ കളിയാക്കും ചെയ്യും, അതുപോലെ തന്നെ കുറ്റം കണ്ട ചീത്ത പറയും ചെയ്യും. കാരണം സ്വന്തം മക്കളെ എങ്ങനെ പറയുന്നുണ്ടോ അതുപോലെ പപ്പ പറയും, പക്ഷെ അതുപോലെ തന്നെ അവളെ സ്നേഹിക്കും. അത് പപ്പയ്ക്ക് ആ ഒരു ഇത് ഉണ്ട്. കാരണം പപ്പയ്ക്ക് വേറൊരു കുട്ടിയായിട്ട് കാണാൻ പറ്റില്ല, ഒരു മരുമോളായിട്ട് പപ്പയ്ക്ക് കാണാൻ പറ്റില്ല. അത് എനിക്ക് അതിൽ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചീത്ത ഞാൻ പറയുന്നത് പപ്പ ചിലപ്പോൾ കണ്ട കുട്ടികളെ പറയണ മാതിരി സ്വന്തം മക്കളെ പറഞ്ഞ ചിലപ്പോൾ അവളോട് എന്തെങ്കിലും ദേഷ്യപ്പെട്ട് പറയുമായിരിക്കും. പക്ഷെ അവൾക്ക് അതറിയാം, കാരണം പപ്പ സ്നേഹം കൊണ്ടാണ് പറയുന്നത്. അവളെ കെയർ ചെയ്യും ചെയ്യും. എന്ത് കാര്യങ്ങളും അവള് വിചാരിക്കാത്ത കാര്യം പോലും പപ്പ അവൾക്ക് കൊണ്ടുപോകും. അവള് ചിലപ്പോൾ വിചാരിച്ചിട്ട് കൊണ്ടുണ്ട്, ഞാൻ അറിഞ്ഞിട്ട് പോലുണ്ടാവില്ലേ. അപ്പൊ ഞാൻ കാണാറില്ല പറയാറ്. പക്ഷെ എനിക്ക് സത്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നാറ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മോൾ എനിക്കങ്ങനെ വേർതിരിവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്കത് കൊടുക്കണമെങ്കിൽ സത്യം പറയാൻ എനിക്ക് മക്കൾക്ക് എടുത്ത് കൊടുക്കുമ്പോൾ കൂടുതൽ സന്തോഷം. കാരണം അവള് എപ്പോഴും ഹാപ്പി ആയിരിക്കുന്ന ഒരു ഇതുണ്ട് എനിക്ക്, അത് പപ്പയ്ക്കും ഉണ്ട്. കുറ്റം കണ്ടാലൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടത് അത് സ്നേഹം കൊണ്ടാണ്. സ്വന്തം മക്കളോട് പറയേണ്ട അത് രീതിയിൽ തന്നെ പറയുന്നത് സ്നേഹത്തോടെ മറ്റു തരത്തിൽ ചിന്തിച്ചിട്ടൊന്നും അല്ല. അത് അവൾക്ക് കറക്റ്റ് അവൾക്ക് അറിയും ചെയ്യാം. ഇനി ഇസോണ ബേബിയാണ് ചോദിക്കുന്നത്, ബെസ്റ്റ് തിങ് യു അഡോപ്റ്റഡ് ഫ്രം യുവർ മദർ ഇൻ ലോ. അപ്പോ ഇതിപ്പോ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ അമ്മ നേരത്തെ പറഞ്ഞു ഞാൻ നികിച്ചാണ് ഇപ്പൊ എന്തെങ്കിലും റേസ് ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ സൈലൻസ് കീപ്പ് ചെയ്യുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ മുന്നൊന്നും അങ്ങനെ ആയിരുന്നില്ല. ഞാൻ അമ്മേന്ന് അഡോപ്റ്റ് ചെയ്തെടുത്തൊരു ക്യാരക്ടറാണത്. ഞാനോട് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ചേട്ടൻ പറയാറുണ്ട് എനിക്ക് എൻ്റെ അമ്മയുടെ പോലത്തെ ഒരു ഭാര്യനെയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ക്യാരക്ടറുള്ള ഭാര്യനാണ് ഇഷ്ടം.
അമ്മയുടെ ക്യാരക്ടർ നിക്സണ് എപ്പോഴും എന്നോട് പറയാറ്, എപ്പോഴും എടുത്തെടുത്ത് പറയാറുള്ള ഒരു ക്യാരക്ടറാണ്. പപ്പ എന്തെങ്കിലും കാര്യത്തിന് ചൂടായി, ഇൻ കേസ് ഇപ്പോ പപ്പയുടെ ഭാഗത്താണ് തെറ്റ് എങ്കിൽ കൂടെ ചൂടായി അമ്മ അവിടെ സൈലൻസ് മാത്രം കേൾക്കാറുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ പപ്പ അത് റീതിങ്ക് ചെയ്തിട്ട് വന്ന് സോറി പറയും, അല്ലെങ്കിൽ അത് ഓക്കെ ആയിരിക്കും. പക്ഷെ എന്താ പറയാ, രണ്ടുപേരും കൂടെ ഇങ്ങനെ മൽപ്പിടുത്തം നടത്തി അവിടെ ഒന്നിലൊന്നും എത്തില്ല, ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ അങ്ങനെ ആ ഒരു ക്യാരക്ടർ ഞാൻ കീപ്പ് ചെയ്ത് വെച്ചിട്ടും അമ്മയുടെ കയ്യിലാണ്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഇവിടെ കഴിഞ്ഞു. ഇനി സെക്കൻഡ് പാർട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. വീഡിയോ അല്ലെങ്കിൽ ഒരുപാട് ലെങ്ത് പോകും. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ കല്യാണം കഴിക്കാൻ പോണ പെൺകുട്ടികൾക്കും അത് അല്ലെങ്കിൽ അമ്മായിമ്മമാരാവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന അമ്മമാർക്കൊക്കെ ഈ ഒരു ക്യൂനെ ഒരിക്കലും വേർതിരിച്ച് കാണരുത്, അത് മാത്രമേ ഉള്ളൂ. കുട്ടി മരുമക്കളായാലും അമ്മായിമായാലും അവർ തമ്മിൽ ഒരു വേർതിരിവ് ഉണ്ടാവരുത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന്റെ അംഗമായിട്ട് രണ്ട് കുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ല. രണ്ടുപേരും വരണം. ഒരുപാട് കമന്റ്സ് നമുക്ക് വരുന്നുണ്ട്, നിങ്ങളുടെ ഫാമിലി ഭയങ്കര ഇഷ്ടം, അടിപൊളിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ഞങ്ങളുടെ ഫാമിലിനെ കുറിച്ച് നമുക്ക് ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. അതിന് മെയിൻ കാരണം ഈ പറഞ്ഞ ടിപ്സ് ഒക്കെയാണ് ഞങ്ങളുടെ ഫാമിലി നടക്കുന്നത്. അത് കാരണമാണ് ഈ ഒരു ബോണ്ട് ഞങ്ങൾക്ക് നിലനിർത്താൻ പറ്റുന്നത്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ. നമുക്ക് അടുത്ത സെക്ഷനിൽ കാണാം.